ഹലോ ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് സുഖം തന്നെ. പൊടിമോളും മോനും ഒക്കെ സുഖമായിരിക്കുന്നുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ, കുറച്ച് കണ്ടൻറ് എന്തെങ്കിലും ഉണ്ട്, കുറച്ച് വീഡിയോസ് എന്തെങ്കിലും ഉണ്ട്. അതിനൊരു പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ കിട്ടാനുണ്ട്, കുറച്ച് വീഡിയോസും കൂടെ കിട്ടാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് അപ്ലോഡ് ചെയ്യാത്തത് കേട്ടോ. ഷോർട്ട് ഇടുന്നുണ്ട് ഡെയിലി. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഓൾ ബട്ടണിലൊന്ന് പ്രസ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും പറയുന്ന പോലെ തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചാനലിനെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വരണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഓക്കെ, ഇന്നിപ്പം മോൻ സ്കൂളിൽ പോയി, ഞാനും പൊടി വേഗം ഉറങ്ങിയിട്ടുണ്ട്. അന്നേരം ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ ഉച്ചക്കത്തേന് ഒരു സംതിങ് സ്പെഷ്യൽ എന്ന് ഞാൻ പറയും, പക്ഷേ എല്ലാവർക്കും സ്പെഷ്യലാണോ എന്ന് എനിക്കറിയില്ല. അതാ നമ്മുടെ കപ്പ ഇന്ന് കിട്ടിയിട്ടുണ്ട്. കപ്പയും മീൻകറിയും വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ പച്ച മീൻ കിട്ടിയിട്ടില്ല എങ്കിൽ ഞാൻ നമ്മുടെ ഉണക്കമീൻ എടുത്തിട്ട്, ഉണക്ക സ്രാവ് എടുത്തിട്ട് ഒരു കറി വെക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് കപ്പയുടെ പരിപാടിയൊക്കെ ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനെ ചെറിയ പീസാക്കിയിട്ട് മുറിക്കണം. നമ്മുടെ ഇവിടെ കണ്ണൂരൊക്കെ അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊക്കെ, ഇപ്പം ഞാൻ ബേസിക്കലി കോട്ടയമെന്ന് പറഞ്ഞു, അപ്പോൾ അവിടെയെല്ലാം നമ്മൾ ചെണ്ട പുഴുങ്ങാനായിട്ട് വലിയ പീസാക്കി എടുക്കില്ലേ, ആ പീസാക്കിയിട്ട് ആണ് അവർ വേവിച്ചെടുക്കുന്നത്. പക്ഷേ നമ്മളെല്ലാം അവിടെ ചെണ്ട പുഴുങ്ങാനായിട്ട് വലിയ പീസാക്കി എടുക്കും. അല്ലാതെ നമ്മൾ വേവിച്ചെടുക്കാനാണെങ്കിൽ, അതായത് കപ്പ വേവിക്കുക എന്നെല്ലാം പറയുമല്ലോ, അങ്ങനെ എടുക്കാനായിട്ട് ചെറിയ പീസാക്കി എടുത്തിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. മറ്റേതിന് കുറച്ചുകൂടെ സമയം വേണമെന്നുള്ളതേ ഉള്ളൂ. ഇതാകുമ്പോൾ കുറച്ചുകൂടെ വേഗം നമുക്ക് പുഴുങ്ങി കിട്ടും. അപ്പം എൻ്റെ കൂടെ വാ, നമുക്ക് എല്ലാവർക്കും അറിയാം കപ്പയൊക്കെ എങ്ങനെ വെക്കുന്നത് എന്നുള്ളത്. എങ്കിലും എൻ്റെ ഇന്നത്തെ ഒരു ഉച്ചക്കത്തെ ലഞ്ച്, ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്ത കാരണം ചോറൊക്കെ എപ്പോഴെങ്കിലും വെക്കുള്ളൂ. എനിക്ക് നിർബന്ധമൊന്നുമില്ല. പിന്നെ മോനും അത്ര നിർബന്ധമുള്ള കാര്യമല്ല. കപ്പ കിട്ടിയാൽ പിന്നെ എനിക്ക് കപ്പ മതി, കപ്പ എന്തെങ്കിലും ഒരു കറി. ഓക്കെ, നമുക്ക് വീഡിയോ ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അങ്ങനെ കപ്പയെല്ലാം ഞാൻ പൊളിച്ചതാണ്, ചെറിയ ചെറിയ പീസാക്കിയിട്ടുണ്ട്. ഞാൻ കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് കഴുകി എടുത്താണ്. അടുപ്പ് വെച്ചിട്ട് വേവിക്കാൻ പോവാണ്. നമ്മുടെ കപ്പ പകുതി ഒരു തളയിലേക്ക് വന്നിട്ടുണ്ട്, ചെറിയൊരു തളയിലേക്ക്. അപ്പോൾ ചെറിയൊരു മക്കുണ്ടായിരുന്നു കപ്പയ്ക്ക്. അപ്പം അത് മാറ്റാൻ വേണ്ടിയിട്ട് ഈ വെള്ളം നമ്മൾ ഊറ്റിക്കളയുക. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു മക്കുള്ള കപ്പ അല്ലെങ്കിൽ കയ്പുള്ള കപ്പ കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാം. കുറേ ആൾക്കാർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. കപ്പ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിനും നമ്മൾ അന്നേരം ഒഴിച്ച വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് അതേ സമയം തന്നെ നമ്മൾ വേറൊരു പാത്രത്തിൽ ഇച്ചിരി ചൂടുവെള്ളം വെച്ചേക്കണം, വെള്ളം ചൂടാക്കാൻ വെക്കണം. എന്നിട്ട് ഇത് ഊറ്റിക്കളഞ്ഞിട്ട് അതേ സമയം തന്നെ ഇത് തിളച്ച് വരുമ്പോൾ ആ വെള്ളം എടുത്ത് ഈ കപ്പയിലേക്ക് ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പം ഫസ്റ്റ് നമ്മൾ ഊറ്റുന്ന വെള്ളത്തിൽ ആ കയ്പ്പ് രസം പോകുന്നതായിരിക്കും. ഓക്കെ, പാത്രം മാറ്റിയിട്ടുണ്ട്. ഇതിന് ശേഷമാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഞാൻ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. എല്ലാവരും കല്ലുപ്പായിരിക്കും യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മുടെ കപ്പയെല്ലാം റെഡിയായി. ഞാനിപ്പോൾ കണ്ണൂരുകാരുടെ സ്റ്റൈലിലാണ് കപ്പ വെക്കാൻ പോകുന്നത്. നമ്മൾ തേങ്ങ ചിരകി ഇടുകയുള്ളൂ. പിന്നെ നല്ല പോലെ ഒരു വറുത്തിടും. ജീരകമില്ല, കടുകും ഉണക്ക പറങ്കിയും കറിവേപ്പിലെല്ലാം കൂടെ. എന്നിട്ട് ഇതിനെ കുഴച്ചിട്ടെടുക്കുക ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഉണക്ക കറിയാണ് വെച്ചേക്കുന്നത്, കാണിച്ചു തരാം. സ്രാവാണ് നമ്മൾ ഇന്ന് കറി വെക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ ഒരു കഷ്ണം കായും പിന്നെ കപ്പളങ്ങ പപ്പായ എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതും ഒരു തക്കാളിയും ഒരു ഇഞ്ചി കഷ്ണവും 2-3 പച്ചമുളകും കൂടെ ഇട്ടിട്ടാണ് ഞാൻ കറി വെക്കുന്നത്. കുടംപുളി വേണം കേട്ടോ. അപ്പോൾ മീനൊക്കെ വൃത്തിയാക്കി എല്ലാ കഷ്ണങ്ങളും കൂടെ ഒന്നിച്ചിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുക ചെയ്യുന്നത്. എല്ലാ കഷ്ണങ്ങളും കൂടെ ഒന്നിച്ചിട്ടാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഷ്ണങ്ങളൊക്കെ ഇടാൻ വേണേൽ ചെറിയ ചേമ്പുണ്ട്, ചേമ്പിടാം, കൂർക്കയിടാം, അങ്ങനെയൊക്കെ കറി വെക്കുന്നവരുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് അരപ്പ് തേങ്ങയും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഞാൻ ഈ 3 സാധനങ്ങളും കൂടെയാണ് അരക്കുന്നത് കേട്ടോ. കുറച്ച് നന്നായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്.
പിന്നെ മല്ലിപ്പൊടി ചേർക്കേണ്ടവർക്ക് ചേർക്കാം, പക്ഷെ എനിക്ക് അത്ര താല്പര്യമില്ല തേങ്ങ ചേർക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തേങ്ങയും കൂടെ മാത്രമാണ് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അങ്ങനെ അരച്ച് കിട്ടുന്ന ആ ഒരു കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അങ്ങനെ കിട്ടുന്ന ആ അരപ്പ് നമ്മൾ കഷ്ണങ്ങളെല്ലാം, മീനടക്കം നമ്മൾ കഷ്ണത്തിലിട്ടിട്ടുണ്ട്, അതെല്ലാം കൂടെ കഷ്ണങ്ങളെല്ലാം വെന്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് അതിലേക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞു പല പല കഷ്ണങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന പോലെയുള്ള എന്തൊക്കെ കഷ്ണങ്ങളാണ് ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഇടാം. നല്ലൊരു തിള വന്ന് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഇതിലേക്ക് കടുക് വറുത്ത് ഇട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഉണക്ക് കറി ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കറിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി കറിയാണ്.